അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സംരംഭമൊക്കെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംരംഭം നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് കംഫർട്ട് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിലൊരു കംഫർട്ടിൻ്റെ കിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇതും നിങ്ങൾക്കൊരു സംരംഭമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഇതാണ് കേട്ടോ കംഫർട്ട് ഉണ്ടാക്കുന്ന കിറ്റ്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ 3 ലിറ്റർ കംഫർട്ടാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ വിശദമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ നമുക്കിത് വീട്ടിലത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സംരംഭമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുക. കാരണം കംഫർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ലേ. നമുക്ക് എന്നും അലക്കണമല്ലോ തുണികളൊക്കെ. അപ്പോൾ കംഫർട്ടൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കണതാണ്. അതേപോലെ തന്നെ ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളത് വാങ്ങിക്കും. അങ്ങനത്തത് വേണം നമ്മൾ ഇതേപോലെ സംരംഭമൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതാ ഒരു സ്റ്റീലിൻ്റെ ചെമ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാത്രമൊക്കെ കേടുവരും. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 3 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്ററിൻ്റെ ഇതേപോലുള്ളൊരു ബോട്ടിലെടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. എന്നാൽ പിന്നെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ചെമ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പിഴവും വരില്ല. നമുക്കിത് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ഒരു ബേജാറും വേണ്ട കേട്ടോ. ഞാൻ ഈ ഒരു കിറ്റ് വാങ്ങിച്ച ഷോപ്പിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും. ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്തും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങിക്കാതിരിക്കണ്ട. അപ്പോൾ നമ്മൾ 3 ലിറ്റർ വെള്ളം പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ട്. ആ ഒരു പാക്കറ്റിലുള്ള ആ ഒരു ഐറ്റംസ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മരത്തിൻ്റെ ചട്ടുകം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കമ്പ് എടുത്താലും മതി. അലുമിനിയത്തിൻ്റെ ചട്ടുകം അങ്ങനെയുള്ളതൊന്നും എടുക്കാതെ തന്നാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ആ ഒരു സംഭവം നല്ലോണം ഇതിൽ ലയിച്ച് വരണം കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അത് നല്ലോണം ഇതിലിട്ടിട്ടൊന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് കറണ്ട് അടുപ്പുമ്മൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. കറണ്ട് അടുപ്പുമ്മലോ ഗ്യാസ്മ്മലോ വിറകടുപ്പിലോ എവിടെ വേണമെങ്കിലും ചെയ്യട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കറണ്ട് അടുപ്പുമ്മൽ വെച്ചെന്നുള്ളൂ. കറണ്ട് അടുപ്പുമ്മലാവുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കണ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അല്ലേ. അത് വലിയൊരു പൈസക്കാരി ആവാനോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരി ആവാനോ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമല്ല. നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് തന്നെ 10 പൈസ കയ്യിലില്ലാതെ വിഷമിക്കണ ഒരുപാട് വീട്ടമ്മമാർ നമ്മളെ ഇടയിലുണ്ട്. ഭർത്താക്കന്മാർ നോക്കാഞ്ഞിട്ടല്ല, ഭർത്താക്കന്മാർ നോക്കുന്ന ആൾക്കാരുണ്ടാവും, നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് എന്തിനെങ്കിലുമൊക്കെ പൈസ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ബില്ലും കാര്യങ്ങളും കൊടുക്കണം. നേരെ മറിച്ച് നമ്മളെ കയ്യിൽ ചെറിയ പൈസയാണെങ്കിൽ നമുക്ക് നമ്മളതായിട്ട് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെയൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നമ്മളെന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് വാങ്ങിച്ചു, ഇത്ര രൂപ ചിലവായി എന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് എന്താ പറയുക, സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നത്, ഭാര്യമാർക്ക് പൈസ കൊടുക്കുന്നത് ഒരു അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ വീട്ടമ്മമാർ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് വീട്ടിലിരിക്കണവരുണ്ടാവും.
അപ്പോൾ പുറത്ത് പോയിട്ട് അവരെ ജോലി ചെയ്യാൻ അവർക്ക് സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇതേപോലെ ഡിഷ് വാഷോ അല്ലെങ്കിൽ കംഫർട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിറ്റഴിക്കാനൊക്കെ ഉള്ള അവസരം കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ പഞ്ചായത്തിൽ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കംഫർട്ട് ഉണ്ടാക്കല്ലേ, ഇപ്പോൾ അത് നല്ലോണം തിളച്ച് ഈ ഒരു വെള്ളത്തിൽ നല്ലോണം ലയിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ടുകൊടുത്ത സംഭവമൊക്കെ. പിന്നെ അത് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചു. ഇതിൽ എഴുതിയിട്ടുള്ളത് 9 മണിക്കൂർ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാണ് കേട്ടോ. പക്ഷേ 9 മണിക്കൂറൊന്നും വേണ്ടി വന്നിട്ടില്ല. ഒരു 1.5 മണിക്കൂറായപ്പോൾ തന്നെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്കിത് പിന്നെ ഒരു ബക്കറ്റിക്ക് മാറ്റി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിലെവിടെയെങ്കിലും ചെറിയ കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ബക്കറ്റിക്ക് മാറ്റിയിട്ടുള്ളത്. ബക്കറ്റിക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ സുഗന്ധദ്രവ്യം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ പാത്രം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് കുക്ക് ചെയ്യുന്ന പാത്രമാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊരു ബക്കറ്റിക്കാണ് കേട്ടോ അത് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സുഗന്ധദ്രവ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ബോട്ടിൽ ഇതിലുണ്ട്, ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ചട്ടുകം വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ് കേട്ടോ. കളറും ചെറിയൊരു പാക്കറ്റ് ഇതിലുണ്ട്. അപ്പോൾ കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്കത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ കളർ ചേർക്കുമ്പോൾ ഞാൻ ചേർക്കണ പോലെ ഇതിലേക്ക് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ചൊരു പാത്രത്തേക്ക് ചെറിയൊരു ഗ്ലാസ്സൊക്കെ എന്തൊക്കെയെങ്കിലും കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് ഇതേപോലെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മിക്സായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിന്. അപ്പോൾ കുറച്ചെടുത്തിട്ട് അതിക്ക് കളറിട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ ശരിക്ക് കളർ ലയിച്ച് വരും. ഇത് ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് ലയിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി, കുറേ നേരം ഞാൻ ഇളക്കി കൊടുക്കേണ്ടി വന്ന്. അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയം ഇത് അതിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്ത് ആ കളറൊക്കെ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ കംഫർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഇതാ ഞാനൊരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ ഒഴിഞ്ഞ ബോട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിൽക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പാക്കിങ്ങും നല്ല പിന്നെ എന്താ പറയുക പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പുറത്തേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങിക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ നല്ല പാക്കിങ്ങൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പം പലരും പല സംരംഭമാവും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ചിലർ ഇതേപോലെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ഡിഷ് വാഷ്, ക്ലോത്ത് വാഷ്, പിന്നെ അതേപോലെ കംഫർട്ട് അല്ലെങ്കിൽ ബാത്റൂം ക്ലീനർ. ഞാൻ പറയുമ്പം ഇതൊക്കെ കൂടെ ഒരുമിച്ചൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സോപ്പ് വാങ്ങുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ ഡിഷ് വാഷും വാങ്ങും, അതേപോലെ ക്ലോത്ത് വാഷ് വാങ്ങും. അങ്ങനെ ആ ആൾക്കാർക്ക് ആവശ്യപ്പെട്ട നമുക്ക് എപ്പോഴും മാർക്കറ്റിലുള്ള സംഭവങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ സംരംഭമായിട്ട് തുടങ്ങാൻ. അതിനിപ്പോൾ ഗ്രൂപ്പായിട്ട് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തുടങ്ങണമെങ്കിൽ അങ്ങനെയും തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കുടുംബശ്രീയിൽ അംഗമാവണം. കുടുംബശ്രീയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പിന്നെ സംരംഭമൊക്കെ രജിസ്റ്റർ ചെയ്യാനും പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ പഞ്ചായത്തിൽ ആഴ്ചച്ചന്ത ഉണ്ടാവും, അതേപോലെ മാസച്ചന്ത ഉണ്ടാവും. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വിൽപ്പന ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നമ്മളെ വാർഡത്തൊരു ADSും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇങ്ങനെ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടും. ഞാനും ഒരു സംരംഭകയാണല്ലോ, നമ്മൾ കാറ്ററിങ് ഞാൻ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അയക്കണം കേട്ടോ, അങ്ങനെ പറഞ്ഞു തരണമെന്ന് വിചാരിക്കണം. കാരണം നമ്മളെ വീഡിയോയിൽ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് എനിക്കും എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ തുടങ്ങാമെന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഷെയർ ചെയ്യണത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ പഞ്ചായത്തിൽ ഇതേപോലെ സംരംഭകർക്കുള്ളൊരു പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിന് പോയപ്പോൾ നമ്മളെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ പറയാം. അങ്ങനെ ഒരു ഇത്താൻ അനുഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഇത്താക്ക് പിന്നെ ഈ പൊടിച്ചിന് മില്ലുണ്ടല്ലോ അതാണ് കേട്ടോ അവർ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കതാണ് അവരുടെ ജോലി. പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെയുള്ളതൊക്കെ വറുത്ത് പൊടിച്ച് പാക്കാക്കിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അവരെ ബിസിനസ് വലിയ ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കടകൾക്കൊക്കെ പാക്കാക്കിയിട്ട് അവർക്ക് കൊടുക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അതേപോലെ നമുക്കും കിട്ടും. ഇപ്പോൾ അവരെ വീട് നോക്കുന്നത് അവരാണ്, അവരെ ഹസ്ബൻഡിന് പിന്നെ എന്തോ പെട്ടെന്ന് സുഖമില്ലാതായിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാതായി. ഇപ്പോൾ അവർ 2 മക്കളെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അവരെ വീട്ടിലത്തെ ചിലവും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കും കഴിയും. നമ്മളെ വീട്ടിലത്തെ ചിലവ് മൊത്തമായിട്ട് നമുക്ക് നോക്കാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വരുമാന മാർഗ്ഗം നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ നമ്മളെക്കൊണ്ട് കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അത്രയും ഇടങ്ങേറ് പിടിച്ചൊരു ജീവിതമായിരിക്കും അവർക്ക്. നമ്മളെ കണ്ണു മുന്നിൽ തന്നെ ഓരോരുത്തരുടെ ജീവിതം നമ്മൾ കാണുന്നതാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇതാ നമ്മളെ കംഫർട്ടൊക്കെ ഞാൻ 2-3 ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 ലിറ്ററിൻ്റെ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ 3 ലിറ്റർ കംഫർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഇതിൽ ബാക്കിയുണ്ട്. അതിപ്പോൾ ഇനി ഒരു ബോട്ടിലേക്ക് നിറയെ ഇല്ലേനും എന്തായാലും 3 ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 200 രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു കിറ്റിന്. അപ്പോൾ കംഫർട്ടിനൊക്കെ കുറച്ച് വില കൂടുതലുണ്ടാവും. ഇങ്ങനത്തെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിന് എത്രയും വാങ്ങിക്കാമെന്ന് എനിക്ക് പൈസ പറഞ്ഞു തരാൻ അറിയില്ല. അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് ആ കടക്കാരോട് തന്നെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ കുറച്ചധികമൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഹോൾസെയിലായിട്ട് തരും ചെയ്യും. അപ്പോൾ റേറ്റൊക്കെ കുറവായി കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടില്ലേനോ, ഇനി അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബശ്രീയിൽ അംഗമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് കുടുംബശ്രീയിൽ അംഗമാവണം. കുടുംബശ്രീയിലുള്ള ഒരു അംഗമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിലൊരു അപേക്ഷ എഴുതുക. പിന്നെ നമ്മളെ ഫ്രമും ടു ഒക്കെ വെച്ചിട്ട് ഒരു അപേക്ഷ എഴുതുക. അപ്പോൾ ആദ്യം നമ്മളെ സംരംഭത്തിന് നമ്മളൊരു പേര് കൊടുക്കണം. എൻ്റെ സംരംഭത്തിൻ്റെ പേര് ഹൈഫ കിച്ചൺ, നമ്മളെ ചാനലിൻ്റെ പേര് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുക. നമ്മൾ കരുളായിയാണ്, അതേപോലെ അമ്പലക്കുന്ന്, പിന്നെ നമ്മളെ വാർഡ്, നമ്മളെ പേര്, നമ്മളെ ഫോൺ നമ്പർ അത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ CDSനാണ് ഇത് എഴുതുക. അപ്പോൾ CDS ചെയർപേഴ്സൺ, മെമ്പർ, സെക്രട്ടറി, ADS ചെയർപേഴ്സൺ, സെക്രട്ടറി, പിന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ പേര് എഴുതുക, കരുളായി ഗ്രാമപഞ്ചായത്ത്. എന്നിട്ട് സർ കരുളായി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് അമ്പലക്കുന്നിൻ്റെ കീഴിൽ മിന്നാമിന്നി അയൽക്കൂട്ടത്തിന് കീഴിൽ സംരംഭം രൂപീകരിക്കുന്നതിനുള്ള അനുമതി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഈ ഒരു അപേക്ഷ എഴുതുക. പിന്നെ അതേപോലെ നമ്മളെ സംരംഭത്തിൻ്റെ പേരിൽ നമ്മളൊരു സീലും വാങ്ങണം. ഇത് പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു സീൽ അവർ തരും. 170 രൂപയാണ് കേട്ടോ സീലിന്. പിന്നെ നമ്മൾ അപേക്ഷൻ്റെ കൂടെ നമ്മൾ ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, അതേപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, റേഷൻ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, ഒരു കോപ്പി ഫോട്ടോ വേണം തോന്നുന്നുണ്ട്. അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് 100 രൂപ ഫീസും കൊടുത്തിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. നമ്മൾ ഹൈഫ കിച്ചൻ്റെ പേരിൽ ബില്ല് അടിച്ചു തരും. നമ്മൾ സീലുണ്ടാക്കാൻ പോയ ആ ഒരു പ്രസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബുക്ക് തരും കേട്ടോ. 250 രൂപയാണ് ഈ ഒരു ബുക്കിന്. അപ്പോൾ ബില്ലും കാര്യങ്ങളും ആയി, സീലും ആയി. ഇനി നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റേത് കാറ്ററിംഗ് ആണ്. ഞാനിപ്പോൾ കാറ്ററിംഗ് ആണ് സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങളെന്താണോ വിറ്റഴിക്കണത് എന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊഡക്റ്റും കാര്യങ്ങളും എന്താണോ അത് വെച്ചിട്ട് വേണം കേട്ടോ അപേക്ഷയിൽ എഴുതാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ അവർ 4% പലിശയിൽ ലോണ് തരും. പിന്നെ പലിശ വാങ്ങൽ ഹറാമാണെന്നൊക്കെ പറയും ഇനി ആൾക്കാർ. പക്ഷേ നമുക്ക് പിന്നെ സംരംഭമൊക്കെ ആയിട്ട് തുടങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ പൈസക്ക് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തരാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ തരുന്നത്, നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയും തരും. പിന്നെ അങ്ങനത്തെ കംഫർട്ട്, അതേപോലെ ഡിഷ് വാഷ് അങ്ങനെയുള്ളതൊക്കെ ബോട്ടിലാക്കുമ്പോൾ നമ്മളെ സംരംഭത്തിൻ്റെ പേരും കൂടെ വെച്ചിട്ടുള്ളൊരു സ്ലിപ്പ് ഇതിന്മേൽ കൂടെ അങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിലല്ല, കൊടുക്കുമ്പം കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല ബോട്ടിലൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിറ്റഴിക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളണ്ടി, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്